പൗരത്വം തെളിയിക്കാനായി നേറ്റിവിറ്റി കാർഡുകൾ കേരള സർക്കാർ ഇറക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പറയുന്നത്. പല കാർഡുകളും പൗരന്മാർ പൈസ അടച്ച് കാത്തിരുന്നിട്ടും അടിച്ചു കിട്ടാത്ത ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് ഓർക്കണം. അപ്പോഴാണ് അധികാരമില്ലാത്ത പൗരത്വം അതിൽ കയറി കളിക്കുന്നത്. പൗരത്വം ഭരണഘടനയുടെ 2-ാം ഭാഗത്തിൻ്റെ അനുച്ഛേദം 5 മുതൽ 11 വരെയുള്ള ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇത് കൃത്യമായി കേന്ദ്ര യൂണിയൻ ലിസ്റ്റിൽ 17-ാം ഐറ്റമാണ്. അതനുസരിച്ച് പൗരത്വം നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമായിരിക്കെ അതിൽ ആധാർ പോലും ഒരു ഘടകമാകില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കെ എങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു നേറ്റിവിറ്റി കാർഡ് ഇറക്കി അവർക്ക് പൗരത്വം തെളിയിക്കാനായിട്ട് സഹായം കൊടുക്കുക? മാത്രമല്ല, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത് തികഞ്ഞ അനാവശ്യമാണ്. കാരണം ഭാരതത്തിൽ ജനിച്ച് അനുച്ഛേദം 5 മുതൽ 11 വരെയും കേന്ദ്ര പൗരത്വ നിയമം, ഇന്ത്യൻ പൗരത്വ നിയമം 1955 അനുസരിച്ച് പൗരത്വം ലഭിച്ചിട്ടുള്ളവർക്ക് ഒന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഒരു ബംഗ്ലാദേശും മറ്റോ കേരളത്തിൽ വന്ന് താമസിച്ചാൽ അയാൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പൗരനാകാൻ സാധിക്കുക? അതും കേരള ഗവൺമെൻറ്റിൻ്റെ ഈ സർട്ടിഫിക്കറ്റിനാൽ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് പറ്റിക്കാനും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പടർത്താനുമുള്ള ശ്രമങ്ങൾ മാത്രമാണ്. ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്തിനാണ് ഇത്തരം വേഷങ്ങൾ കെട്ടുന്നതെന്ന് ജനം തിരിച്ചറിയണം. കാരണം വളരെ കൃത്യമായി ഭരണഘടനയുടെ അനുച്ഛേദം 5 മുതൽ 11 വരെയുള്ള കാര്യങ്ങൾ പറയുന്നതനുസരിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പൗരത്വ നിയമം 1955 അതിൻ്റെ ഭേദഗതികളും അനുസരിച്ച് മാത്രമാണ് പൗരത്വം നൽകപ്പെടുന്നത്. അതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് പങ്കൊന്നുമില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിലൊരു രേഖയായി കണക്കാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, നേറ്റിവിറ്റി കാർഡാക്കുന്നത്, ഫോട്ടോ പതിപ്പിച്ച കാർഡാക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അപ്പോൾ അത് ഒരു തട്ടിപ്പാണ്. ഏതായാലും ആ തട്ടിപ്പ് നടപ്പാകുമോ എന്ന് കണ്ടു തന്നെ അറിയാമല്ലോ. അത് മറ്റ് കാർഡുകളൊന്നും പ്രിൻ്റ് ചെയ്യാൻ അങ്ങോട്ട് പൈസ കൊടുത്തിരിക്കെ ഈ കാർഡ് മാത്രം സർക്കാർ ചെലവിൽ പ്രിൻ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുമെന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ ഒരു വൈരുദ്ധ്യം കാണാം. അതുപോലെ മറ്റൊരു കാര്യമാണ് കരോളും ആക്രമണങ്ങളും. പാലക്കാട് ഒരു കരോൾ സംഘത്തിന് നേരെ BJP പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് വലിയ ചർച്ചയായിരുന്നു. ആ ചർച്ച അഖില ലോക ചർച്ചയായിട്ട് വളർത്തിയെടുക്കുന്നതിൽ പലരും ശ്രദ്ധിച്ചു. കാരണം അങ്ങനെയുള്ള വിഭാഗങ്ങളെ BJPയിൽ നിന്ന് അകറ്റുന്നതിൽ വലിയ ഭദ്രശ്രദ്ധരാണ് ഇവരെല്ലാം. അതേസമയം ഇത്തരം വിഭാഗങ്ങൾക്ക് ഇപ്പോൾ കളമശ്ശേരിയിലായാലും അതല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ അതിനെപ്പറ്റിയൊന്നും ഒരു സംസാരം ഉണ്ടാകാറില്ല. പക്ഷേ ഇത് വലിയ സംസാരമായി. എന്നാൽ ആലപ്പുഴയിൽ ചാരുമൂട് കരിമുളയ്ക്കലിൽ ഉണ്ടായ ആക്രമണം അത് DFIയുടേതാണെന്ന് പറയപ്പെടുന്നു. അത് വളരെ ഭീകരമായിട്ടൊരു ആക്രമണമാണ്. 2 കരോൾ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെന്നും പറയുന്നു. എന്തായാലും അത് എങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെടാത്തത്? പാലക്കാടുള്ളതിന് മാത്രമാണ് പ്രചാരം. അതോടൊപ്പം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എറണാകുളത്ത് ചോറ്റാനിക്കരയിൽ ഒരു തങ്കച്ചൻ്റെ വീട്ടിൽ കരോൾ സംഘം കയറി ആക്രമിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാകും. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം താറടിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് വലിയ സംഭവങ്ങളായിട്ട് മാറുന്നത്. ചെറിയ സംഭവങ്ങൾ അത് വളരെ പ്രാദേശികമാണ്. അതിൽ ഒരു നേതാക്കളും അല്ലെങ്കിൽ ആരുടെയും ഗൂഢാലോചനയൊന്നും വരുന്നില്ല. എന്നിരിക്കെ BJPയിലെ ഏതെങ്കിലും പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് അതൊരു പാർട്ടിയെ താറടിക്കാൻ ഉപയോഗിക്കുന്നത് വളരെ ലജ്ജാകരമാണ്. കാരണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം വർക്ക് ചെയ്യുന്നത്. അത് അധികം നാൾ വർക്ക് ചെയ്യില്ല എന്നുകൂടി ഇവർ മനസ്സിലാക്കണം. അപ്പോൾ പ്രധാനമന്ത്രി ക്രിസ്മസിന് പോകുന്നു, ആഘോഷിക്കാൻ പങ്കുചേരുന്നു. അതേസമയം ഇവിടെ ക്രിസ്ത്യൻസിനെതിരായുള്ള സംഘർഷങ്ങൾ നടത്തുന്നു. ഒരു കാര്യമുണ്ടല്ലോ, ഒരു സത്യം മറയ്ക്കാതെ
മറക്കാതെ നോക്കുക. ഇന്ത്യയിൽ മാത്രമാണ് സമാധാനത്തോടെ എല്ലാ ന്യൂനപക്ഷങ്ങളും ജീവിക്കുന്നത്. അതേസമയം മറ്റു രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കുക, അവിടെ എന്ത് സംരക്ഷണം കിട്ടുന്നു എന്ന് നോക്കുക. ഫ്രാൻസ്, ജർമ്മനി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, എന്തിന് ഇംഗ്ലണ്ടിൽ പോലും പല സ്ഥലങ്ങളിലും ക്രിസ്മസിനുള്ള ആഘോഷങ്ങൾ കുറയ്ക്കുകയോ അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിവെക്കുകയോ വരെ ചെയ്തിട്ടുണ്ട്. കാരണം അത് BJP-കാരെയോ RSSകാരെയോ ഭയന്നല്ല, ഇസ്ലാമിസ്റ്റുകളെ ഭയന്നാണ്. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. അതിനെപ്പറ്റിയൊന്നും ചർച്ചയില്ല. അപ്പോൾ സത്യം മൂടിവെച്ച് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ വലിയ പർവ്വതങ്ങളാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് ചിലരുടെ നിലനിൽപ്പിൻ്റെ അവസാന പിടിവള്ളിയാണ്. അത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അവസാന പിടിവള്ളിയാണ്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും എന്ന് അറിയുക.